എന്താണ് ഒരു വൈക്ലഭ്യം? ഒന്നുമില്ല, പോയാരെന്തേ? അത് ഡീലായി. 2:30. ഇതാ നിന്റെ 30. പിന്നെ നല്ലൊരു കോള് വന്നിട്ടുണ്ട്. ഒരു സായിപ്പ് ഉണ്ട് എറണാകുളത്ത്. പുള്ളിക്കാരൻ്റെ അപ്പനപ്പന്മാരായിട്ട് ഇവിടെയാണ്. പുള്ളിക്കാരൻ ലണ്ടനിൽ എന്തോ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അയാൾക്ക് നല്ല ഒരു ഓടുന്ന കണ്ടീഷനിലുള്ള വിൻറ്റേജ് കാർ വേണം. വിൻറ്റേജ് കാർ എന്ന് പറയുമ്പോൾ എത്ര പഴയ കാറാണോ അത്രയും പൈസ കൂടുതൽ കിട്ടും. പക്ഷെ ഓടുന്ന കണ്ടീഷൻ ആയിരിക്കണം. എടാ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുക? ഈ മോറിസ് മൈനർ, ബേബി ഹിന്ദുസ്ഥാൻ, അങ്ങനത്തെ പഴയ സാധനങ്ങളില്ലേ. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടും? എടാ ഈ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. പക്ഷെ 8-10 ചോദിക്കുന്നത്. നമുക്കൊന്നും കിട്ടപ്പോൾ ഉണ്ടാവില്ല. അതിപ്പോ അവിടെ നിന്ന് കിട്ടാ? അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല. സായിപ്പ് അത്ര ഡീസന്റ് ഒന്നുമല്ല. അടിച്ചു മാറ്റാനാ? ഈ എന്താണോ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ? അതല്ല, എത്ര കിട്ടും? ഒരു 50-50 എടുക്കാം. 3 നിൽക്കും 3 എനിക്കും. ഓക്കെ. ആടാ കുറച്ച് കഴിഞ്ഞ് വർക്ക്ഷോപ്പിലോട്ട് വാ. കല്യാണം ഉറപ്പിച്ച എന്റെ പാർട്ടി ഉണ്ട്. പൈസ കിട്ടിയില്ലേ? തരണില്ലേ? ഇല്ല. ചിരിക്കണ ഗാന്ധി. ആ ജോൺസൺ ഡോക്ടറിൽ ഒരു ആമക്കാറില്ലേ? അതോടോ, അത് വെറുതെ ഭംഗിക്ക് വെച്ചേക്കണല്ലേ? അത് അയാൾ ഓടിക്കാത്തല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അത് ഇതുവരെ ഓടണാണ്ടല്ല. അത് ഓടും. അതെങ്ങനെ? അത് വിട്, നമ്മളിപ്പോ അയാളുടെ വീട്ടിലേക്കല്ലേ ഓണേ. പിന്നെ ഞാൻ എന്താ പഠിച്ചേക്കണെന്ന് നിനക്കറിയും? +2 അല്ലേ? അല്ല മണ്ട, ഡിപ്ലോമ. അതിലിതൊക്കെ ഓടിപ്പിക്കോ? മോനെ 2 മിനിറ്റ് കൊണ്ട് ഏത് ലോക്ക് ഞാൻ തുറക്കും. വാ എടുത്തിട്ടോ. എന്നാലും ചേച്ചി നിന്നെ തല്ലിയത്? അറിയില്ല. എന്നാലും നിന്നെ തല്ലിയെന്ന് പറ. എടാ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അറിയില്ല. അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അതെന്ത് കാര്യ? എടാ ഇങ്ങനെ കുണു ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉത്തരം പറയാനോ ബുദ്ധിമുട്ട്. കേട്ടല്ല? നീ ഇവിടേക്ക്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. ഏത് വണ്ടി? എടാ ജെറി പറഞ്ഞ വണ്ടി. എവിടെന്ന്? ഇവിടെന്ന്. ഇതാ പട്ടാൾക്കാരന്റെ വീടല്ലേ? എടാ ഇയാൾ ഇവിടെ ഒറ്റയ്ക്ക. ഇയാളുടെ വീട്ടില് ഒരു വിന്റേജ് കാറുണ്ട്. തലേ ദിവസം അടിച്ച് ഫിറ്റ് ആയതുകൊണ്ട് രാവിലെ 10 മണിക്ക് എണീക്കുള്ളൂ. മനസ്സിലായ? അപ്പൊ താക്കോലോ? ഗുഡ് ക്വസ്റ്റ്യൻ. പണ്ട് ഇതിന്റെ ലോക്ക് കേടായപ്പോ നോക്ക് നന്നാക്കിയത് ഞാനാ. അപ്പേ അടിപൊളിയാ. ഇവിടെ ഞാൻ കറട്ടെ. ഞാനും വരട്ടെ? നീ വരണ്ട. എനിക്കും കൂടി കണ്ടുപിടിക്കാലോ. കണ്ടുപിടിക്കാനുള്ള മെച്യൂരിറ്റി നിനക്കായിട്ടില്ല. നീ ഇവിടെ ആൾക്കാർ വരണ്ടോ നോക്കണം. മിണ്ടാണ്ട് നോക്കണം. ദേ മിണ്ടാണ്ട് നോക്കി കയറിക്കോ. വണ്ടി കിട്ടിയില്ലേ? വണ്ടി കിട്ടിയില്ല. ഇതെന്താ ഇങ്ങനെ നടക്കണേ? സ്പീഡിൽ നടക്കാൻ. എന്നിട്ട് പതുക്കാണല്ലോ നടക്കണേ. എടാ ഇതറിയാനുള്ള മെച്യൂരിറ്റി എനിക്കായിട്ടില്ല. അയ്യോ ഇതെന്താ പറ്റി? എന്തും പറ്റീന്നാ. $4 കോടിക്കൊന്നും നടക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഈ കൊള്ളക്കാരുടെ ഇതേപോലെ ചീപ്പ് ബാർഗെയിനിങ് അന്ന് ശരിയായ നടപടിയല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഒരു രീതിയിൽ കൊള്ളക്കാരല്ലേ, നല്ല വെള്ളിട്ട കൊള്ളക്കാർ. ശരി, ഫൈനൽ സെറ്റിൽമെന്റ് $4.5 കോടി ഡീൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ.
എന്തായാലും ചർച്ച ചെയ്തിട്ട് വിളിക്കാം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡേ ഓഫ് ദിസ് ഇയർ മാൻ. ഇത് വല്ലതും നടക്കോ? അതല്ലേ നടക്കണത്. എന്നിട്ട് കാണിക്കണേ. നീ ആ പ്രയാഗനെ വിളിച്ചേ. അമ്മേ എന്തായി, തീരുമാനിച്ചോ? 1 രൂപ കുറവാണ് ഞാൻ സാധനം തരില്ല. കാർലോസ് ഫണ്ട് റെഡിയാണ്. ഗുഡ് ബോയ്. ശരി, ഞാൻ ഇവിടെ പുഴക്കരയിലുണ്ട്, നിങ്ങളുടെ എസ്റ്റേറ്റിന്റെ ബാക്കിൽ. വരുമ്പോ നോട്ട് എണ്ണ മെഷീൻ കൂടെ എടുത്തോ. അത് സെറ്റാക്കാം. പറഞ്ഞത് തെറ്റി തന്നെ അറിയാലോ, ഞാൻ ലോസാ. കാർലോസ്. എടുക്കല്ല. ഈ പഴയ കാറിന് നമ്മ ഇനി എവിടെ പോവും? എടാ ആ വണ്ടി ഉണ്ടോ? ആ തടിമേറണ്ടേ വണ്ടി എടുത്തോണ്ട് പോയാലോ? എടുക്ക. ചേട്ടാ വണ്ടിയിൽ താക്കോലുണ്ട്. തള്ളി അപ്പുറത്തോട്ട് നീ ഇരിക്കാണ്ട് വേറെ എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടോ? ഓക്കെ, വാ. എനിക്കൊന്ന് ചെന്നൈ വരെ പോകണം, ചെറിയ മീറ്റിംഗ് ഉണ്ട്. ഓക്കെ. എന്താടാ കുട്ടന്മാരെ? ചേട്ടാ ഈ വണ്ടിയൊക്കെ ചെറിയ എടുക്കോ? എന്റെ പൊന്നു മോനെ, നിനക്കേ വണ്ടി കുറിച്ച് അറിയാൻ പാടാത്തോണ്ടാ. ഇത് പൊളിക്കാറല്ലേ, നമുക്കേ നല്ല കാശ് കിട്ടും. അപ്പൊ അവരോ എന്താണ്? എടാ അവന്മാർക്ക് വരാൻ വണ്ടിയില്ല. നീ ആ ജെറി വിളിച്ചേ. ചേട്ടാ പഴയ കാർ കിട്ടിയിട്ടുണ്ട്. അതൊന്നും അറിയില്ല, പഴയ കോടസയാ. ഏതാണ് മോഡല് ചുമല കാറാണ്. ചുമല കാറ് അല്ലേ? ചുമല അതിന്റെ എടാ 96 മോഡല്. അതൊന്നും അറിയില്ല. 3 തടിവരെ. നമ്പർ പ്ലേറ്റോ? നമ്പർ പ്ലേറ്റോ? ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ ഓക്കെ. എടാ പെട്ടെന്ന് അവിടെ മാറ്റി തുടങ്ങിട്ടോ. നോക്കിക്കോ, ഇത് സൈറ്റാ.